ഹലോ ഗൈസ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ സുന്ദരി പശുവിനെയും അതിൻ്റെ കുട്ടീനെ കുറിച്ചാണ്. നമ്മൾ ഓണത്തിൻ്റെ അതായത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളുടെ സുന്ദരി പശുവിനെയും കുട്ടിയെയും ഒരു ടീമിന് കൊടുത്തായിരുന്നു, വൈക്കത്തുള്ള ടീമിന് കൊടുത്തായിരുന്നു. അപ്പോൾ അവളുടെ ഇവിടെ വെച്ചുള്ള കുറച്ച് മൊമെൻറ്റ്സും അതുപോലെ തന്നെ അവൾ അഴിച്ചു വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാമല്ലോ. ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാണ് നമ്മുടെ സുന്ദരി പശു. ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് പറമ്പിൽ കെട്ടിയേക്കാണ്. അപ്പോൾ അവൾ പുല്ലൊക്കെ തന്നെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ആണ് നമ്മൾ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. സുന്ദരി പശുവിനെ നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും. സുന്ദരി പശുവിനെ പ്രത്യേകത പറയണേ, അത്യാവശ്യം നല്ല മിനിയേച്ചർ ടൈപ്പായിട്ടുള്ള വെച്ചൂർ പശുവാണ്. അധികം വലുപ്പമില്ലാത്ത നല്ല പശുവാണ്. അത് വലുപ്പമില്ലാത്തതുകൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. ഇനി പാല് വളരെ കുറവാണ്. 1 ലിറ്റർ പാലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഒരു നേരം രാവിലെ മാത്രം. അപ്പോൾ ആ ഒരു പാല് കുറവിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ അവളെ കൊടുത്തത്. ഇത് അവളുടെ മോൻ. ഇപ്പോൾ ഒരു പ്രസവിച്ചിട്ട് എനിക്ക് തോന്നുന്നു 4 to 5 മാസം അതിൻ്റെ ഇടയിൽ പ്രായമായിട്ടുണ്ട്. അപ്പോൾ അവൾ സുന്ദരി പശുവിന് തനി പകർപ്പ് തന്നെയാണ് കുഞ്ഞാപ്പി. ഇവിടെ നല്ല ഉണ്ടപ്പക്രമായിട്ട് നിൽക്കുവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവരയച്ചു തന്ന വീഡിയോ ആണ്. അവിടെ ചെന്നിട്ട് ആൾ വീട് മാറിയതിൻ്റെ വിഷമത്തിലൊക്കെ ഫുഡ് കഴിയൊക്കെ ഇച്ചിരി കുറവാണെന്ന് പറയാം. വെള്ളം കുടിക്കലെല്ലാം കുറവാണ്. കാരണം അങ്ങനെ ചെറിയ പ്രശ്നങ്ങളായിട്ട് ആൾ നിൽക്കുവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, കറക്കാൻ തട്ടലും ബഹളമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ആൾ വെള്ളം കൂടി കുറച്ച് കുറഞ്ഞു. കാരണം വയറിൻ്റെ അടുത്ത് എല്ലൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് കണ്ടപ്പോൾ ചെറിയ വിഷമമായി. പിന്നെ വീട് മാറിയേണ്ടതായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് കുഞ്ഞിക്കിടാവ്. നമ്മളോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ പാല് കുറഞ്ഞ പശുക്കളെ വളർത്തുക, അതായത് നാടൻ പശുക്കളെ ഇതിനെല്ലാം കളഞ്ഞൂടെ അല്ലെങ്കിൽ ഉപേക്ഷിച്ചൂടെ, വേറെ പല പണി നോക്കിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്ന ആളുകൾ ജസ്റ്റ് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്ന നേരത്തിലും ആ സെയിം ടൈം സെയിം ടൈം പോലെ അതിന് പകുതി ടൈം മതി. എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാം ഉണ്ട്. ഒന്ന് വെച്ചൂർ പശുവിൻ്റെയോ അല്ലെങ്കിൽ നാടൻ പശുക്കളുടെ സ്പെഷ്യാലിറ്റി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റിയും കാണിക്കും. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് എന്താണ്, കുറേയേറെ കാശുണ്ടാക്കും. ആ കാശ് കൊണ്ടുപോയി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും. നമ്മൾ അതിന് ഓപ്പോസിറ്റ്, ഇവരെ കൊണ്ട് വലിയ അധികമായിട്ടുള്ള ലാഭമൊന്നും കിട്ടില്ല, പക്ഷേ രോഗങ്ങൾ കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ നാടൻ പശു വളർത്തൽ. പിന്നെ സാധാരണ ഒരു മനുഷ്യന്, സാധാരണക്കാരന് മനസ്സിലാകാവുന്ന ഒരിക്കലും പാലിലൊരു സിമ്പിളായിട്ടുള്ളൊരു ഗുണം പറയാം. ഇപ്പോൾ നമ്മൾ ഇവരുടെ പാലിൽ, അതായത് നാടൻ പശുക്കളെ വെച്ചൂരാവട്ടെ, കാസർഗോഡാവട്ടെ, ഗീറായിക്കോട്ടെ, ഏതായാലും ഇവരെ ഇൻഡോജീനിയസ് കൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പശുക്കളുടെ പാലിൻ്റെ മോളിക്യൂൾസ്, അതായത് തന്മാത്രകൾ വളരെ ചെറുതായിരിക്കും. അതായത് ഏത് കുട്ടിക്ക് വരെയും അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്ക് വരെയും ദഹിക്കുന്ന ഇതായിരിക്കും, സൈസിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കറക്റ്റായിട്ട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ മറ്റ് പശുവിൻ്റെ, അതായത് HF ജേഴ്സി പോലുള്ള ഹൈബ്രിഡ് പശുക്കളുടെ പാല് ഒഴിച്ചൊരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരമിണങ്ങിയെന്ന് പറയില്ലേ, നമ്മൾ സാധാരണക്കാർ പറയും ഇരമിണങ്ങിയ പോലെ. അത് ആ ഒരു പാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ 3-4-5 മണിക്കൂറത്തേക്ക് നമുക്ക് ഒന്നും ഭക്ഷണം ഇല്ലെങ്കിലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല വെയിറ്റായിട്ട് വയറ്റിൽ കിടന്നോളൂ എന്ന് പറയും. പക്ഷെ അതിന് ഓപ്പോസിറ്റാണ് ഈ നാടൻ പശുക്കളുടെ പാലിൻ്റെ ഗുണം. ഇവർക്ക് പാൽ കുടിച്ച് നമുക്ക് കഴിച്ചെന്ന് തോന്നില്ല. അതായത് നമ്മുടെ വയറ്റിനെ അത്രത്തോളം ദഹിപ്പിക്കുന്നതാണ്. അപ്പം ഫുള്ളി ദഹിപ്പിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് കൊഴുപ്പിൻ്റെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അതാണ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു നല്ല വ്യത്യാസം. പിന്നെ കുറേ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്താണ് വെച്ചൂരോ ഏത് ബ്രീഡായിക്കോട്ടെ, അതായത് മുതുകത്ത് മുഴയുള്ള ഇൻഡോജീനിയസ് കൗസിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടാണ്, വീഡിയോസ് കിട്ടാൻ. എനി ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവൈലബിൾ ആണ്, മലയാളത്തിലെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.